ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 ഭാഷകളെ, പാദങ്ങൾ മുറിയുന്ന സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 മാർഗങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ പാപിനിയായ സ്ത്രീ ഈശോ ശിമയോൻ്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോൾ കടന്നു വന്ന് അവളുടെ പ്രവൃത്തികളിലൂടെയാണ് ഈ സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 ഭാഷകളെ നാം ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത്, അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി എന്നുവരെയുള്ള ഭാഗമാണ്. സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 4ാമത്തെ ഭാഷ, 4ാമത്തെ മാർഗം, അവൾ തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടച്ചു എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. സാധാരണയായി യഹൂദ സ്ത്രീകൾ തലമുടി അഴിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് അവൾ കടന്നു വന്ന് തലമുടി കെട്ടഴിച്ച് തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നതിലൂടെ അവൾ വളരെ പരസ്യമായി പ്രഖ്യാപിച്ച സത്യം ഇതാണ്: അവളെ പൂർണ്ണമായും ഇതാ ക്രിസ്തുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അവൾ അതിലൂടെ വിളിച്ചു പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും പ്രാണനും സർവസ്വവും ഇനി ക്രിസ്തു മാത്രമാണ്. സുവിശേഷാത്മക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്, മാർഗമാണ് സമ്പൂർണമായ സമർപ്പണം. സമർപ്പണമില്ലാത്ത ശിഷ്യത്വമല്ല. സമർപ്പണത്തിൻ്റെ ശാരീരിക ഭാഷയാണ് ഇത്. അവൾ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നു എന്ന് വായിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയ നിറഞ്ഞവരെ, ഈശോയുടെ അനുയായികളായ നമ്മൾ സുവിശേഷാത്മക ജീവിതത്തിൻ്റെ ഭാഷകൾ സ്വന്തമാക്കാൻ കടപ്പെട്ടവരാണ്. പാദങ്ങൾ മുറിയുന്ന സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 6 മാർഗങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. 4ാമത്തെ മാർഗം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാർഗമാണ്. പൂർണ്ണമായും ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഈശോയ്ക്കും സുവിശേഷത്തിനും വേണ്ടി നമ്മുടെ ജീവനെയും ജീവിതത്തെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ആ സുവിശേഷാത്മക ജീവിതം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തമ്പുരാന്റെ തിരുക്കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ആ പാപിനിയായ സ്ത്രീയെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണനും നാഥനും നാഥ അങ്ങ് മാത്രമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിലൂടെ അത് പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി ഒരു സുവിശേഷാത്മകമായ ജീവിതം നയിക്കുന്ന ശിഷ്യരായി നമ്മൾ ഏവരും മാറട്ടെ. ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയ നിറഞ്ഞവരെ. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, അങ്ങയുടെ അനുയായികളായ ഞങ്ങൾ സുവിശേഷം അനുഗമിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ സുവിശേഷാത്മക ജീവിതത്തിൻ്റെ 4ാമത്തെ ഭാഷയായ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാഷയെ, മാർഗത്തെ സ്വന്തമാക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ ജീവിതവും ജീവനും സർവസ്വവും അങ്ങാണ്, അങ്ങ് മാത്രമാണെന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ സമർപ്പണം നടത്തുവാനായിട്ട് നീ ഞങ്ങളേവരെയും പ്രാപ്തരാക്കിയാലും, ഈശോയെ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ ചിന്തകളിലേക്ക്, ആകർഷണങ്ങളിലേക്ക് ഒക്കെ ഞങ്ങളുടെ ജീവിതം തെന്നി വീഴാറുണ്ട്. ഈശോയെ, അവിടെ നിന്നെല്ലാം പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഒരു സുവിശേഷാത്മക ദർശനം സ്വന്തമാക്കി ജീവിതത്തിൽ മുന്നേറുവാൻ, അങ്ങനെ കൃപയുടെ മനുഷ്യരായി തീരുവാൻ ഞങ്ങളേവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. സ്വന്തമായാരുമില്ലെന്നു കേഴുമ്പോൾ സാന്ത്വനത്തിൻ സ്വരമായിടൂ, നീ മാത്രം കാണാനെൻ കണ്ണീരഹോ, നീ മാത്രം കേൾക്കാനെൻ നെടുവീർപ്പഹോ. ഈ ഭൂവിൽ എൻ സ്വന്തമാ, ഈ ഭൂമിയിൽ എൻ സ്വന്തമാ, ഈശോയൻ കണ്ണീരപ്പാൻ വന്നിടണം,
ആനന്ദമാ എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ദൈവമേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃക സ്വന്തമാക്കുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും സർവസ്വവും എല്ലാം ഈശോയെ അങ്ങ് മാത്രമാണെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ, സുവിശേഷാത്മക ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിച്ചാലും അനുഗ്രഹിച്ചാലും. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ക്ലേശങ്ങളേറുമ്പോ മിത്രങ്ങൾ മാറുമ്പോ, ക്ലേശങ്ങളേറുമ്പോഴൻ മിത്രങ്ങൾ മാറുമ്പോൾ മാറാത്ത സ്നേഹമായി മാറിയിടണം, മാറാത്ത സ്നേഹമായി മാറിയിടണം. ഈശോയൻ കണ്ണീരപ്പാൻ വന്നിടണം. ആനന്ദമാ എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. ക്ലേശങ്ങളേറുമ്പോൾ എൻ മിത്രങ്ങൾ മാറുമ്പോൾ, ക്ലേശങ്ങളേറുമ്പോൾ എൻ മിത്രങ്ങൾ മാറുമ്പോൾ മാറാത്ത സ്നേഹമായി മാറിയിടണം, മാറാത്ത സ്നേഹമായി മാറിയിടണം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.